ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുരിങ്ങയിലും മുട്ടയും കൂടെ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ തന്നെയാണ്. അപ്പോൾ മുരിങ്ങയിലൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയിലയും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നമ്മുടെ തോരൻ എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറുകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ നമ്മുടെ തോരൻ റെഡിയാക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് തന്നെ നമുക്കിത് അങ്ങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചെറുകിയ എടുത്തിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 വെളുത്തുള്ളി ഇതുപോലെ ചതച്ചെടുത്തതാണ്. 3 വെളുത്തുള്ളിൻ്റെ ഇല്ലി ഇതുപോലെ അങ്ങ് ചതച്ചെടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കത് കൈ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ തന്നെ ഇതുപോലെ അങ്ങ് തിരുമ്പി എടുക്കാം. നമുക്ക് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കൈ വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ തോരൻ റെഡിയാക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ തേങ്ങയുടെ മിക്സ് അങ്ങ് റെഡിയാക്കിയിട്ട് നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ തോരൻ റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസിൽ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് ചെറിയുള്ളി ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് നമ്മുടെ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. നമ്മൾ സാധാ മുരിങ്ങയില കറിയൊക്കെ വെക്കുമ്പോൾ ഇത് നമ്മൾ മൂപ്പിച്ചെടുക്കുന്നത് പോലെ നമുക്കിതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നല്ലതുപോലെ തന്നെ ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം എരിവ് വേണം അതിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മുരിങ്ങൻ്റെ ഇല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഒരു അരിപ്പയിൽ കഴുകി വെച്ചിട്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. നമ്മളിതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുരിങ്ങയില പെട്ടെന്ന് തന്നെ വെന്തിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. തീയൊരു സിമ്മിലിട്ടിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മുരിങ്ങയില അങ്ങ് റെഡി ആയിട്ട് കിട്ടും. കൂടുതൽ സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ അരപ്പും കൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം ഇതുപോലെ നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഒരു 3-4-5 മിനിറ്റ് നമുക്ക് ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം ഒരു ഭാഗത്തേക്ക് ആക്കി കൊടുക്കാം. ഇനിയാണ് നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മുരിങ്ങയില ഇതുപോലെ ചട്ടിയുടെ ഒരു ഭാഗത്തേക്ക് അങ്ങ് ആക്കി കൊടുത്തിട്ട് 2 മുട്ടയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 മുട്ടയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മുകളിലൂടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ മുട്ടയിലേക്ക് ഉപ്പ് ഇതൊന്നും നമ്മൾ മുട്ടയിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ സമയത്താണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ മുരിങ്ങയിലയിൽ ഉപ്പിട്ട് കൊടുത്തതാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മുട്ട ഇതുപോലെ അങ്ങ് ചിക്കിയെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇതുപോലെ അങ്ങ് ചിക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഇതുപോലെ ഫസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നീക്കി വെച്ചിട്ടുള്ള മുരിങ്ങയില എല്ലാം കൂടെ മിക്സാക്കിയിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടയും മുരിങ്ങയിലയും എല്ലാം കൂടെ നല്ലതുപോലെ തന്നെ മിക്സായിട്ട് വരും.
ഇനി നമുക്ക് ഒരു 2-3-4 മിനിറ്റ് നമ്മുടെ മുട്ടയൊന്ന് വെന്തിട്ട് വരുന്നത് വരെ നമുക്കതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. തീ ഒരു മീഡിയത്തിലിട്ട് കൊടുത്താൽ മതി, അടിക്ക് പിടിക്കണം ശ്രദ്ധിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തോരൻ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് 2-3-4 മിനിറ്റ് അതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. ഉപ്പൊക്കെ ഇല്ലേ നമുക്കൊന്ന് നോക്കിയിട്ട് നമുക്ക് വീണ്ടും ഒരു 2-3-4 മിനിറ്റ് നമ്മുടെ ആ മുട്ട ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്കതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയിലയും മുട്ടയും വെച്ചിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.